പത്തനംതിട്ടയിൽ യുഡിഎഫിന് വേണ്ടി എ.കെ. ആന്റണി പ്രചാരണത്തിന് ഇറങ്ങില്ല. താൻ പ്രചാരണത്തിന് ഇറങ്ങിയില്ലെങ്കിലും ആന്റണി ജയിക്കുമെന്ന് പറഞ്ഞ് ആന്റണിയുടെ തന്ത്രപരമായ ഒഴിഞ്ഞുമാറൽ. മക്കളെക്കുറിച്ച് തന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുതെന്നും എ.കെ. ആന്റണി പറഞ്ഞു. സംബന്ധിച്ചിടത്തോളം ഞാൻ പൊതുരംഗത്ത് വന്ന കാലം മുതൽ, KSUവിൽ ചേർന്ന കാലം മുതൽ കുടുംബം വേറെ രാഷ്ട്രീയം വേറെ എന്നൊരു വാഴ്ത്തലാണ്. ഇന്നല്ല, KSUവിൻ്റെ പ്രവർത്തകനായ കാലം മുതൽ കുടുംബം വേറെ രാഷ്ട്രീയം വേറെ ഇറങ്ങിയാലോ. കുടുംബ ബന്ധങ്ങൾ കുടുംബത്തിനകത്ത്, രാഷ്ട്രീയം വേറെ. അങ്ങയുടെ രാഷ്ട്രീയം, അങ്ങയുടെ ആദർശം കണ്ടുവളർന്ന അനിൽ ആന്റണിക്ക് എങ്ങനെയാണ് BJP മോദിക്ക് പോകാൻ? ഞാൻ പറഞ്ഞില്ലേ, കുട്ടിക്കാലം മുതൽ എൻ്റെ നിലപാടുകളാണ് കുടുംബം വേറെ രാഷ്ട്രീയം വേറെ. ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു, അതിനപ്പുറമില്ല. ഞാൻ പ്രകടനത്തിന് പോകാതെ തന്നെ ആന്റണി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും, സംശയിക്കേണ്ട. നിർഭൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിർഭൻ, കോൺഗ്രസിലെ മുതിർന്ന നേതാവാണ്. പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് ഇറങ്ങാൻ എന്താണ് തടസ്സമെന്ന ചോദ്യത്തിനൊരു വ്യക്തതയില്ല. പക്ഷേ ഇറങ്ങില്ല എന്ന കാര്യത്തിൽ ഇനി ഏറെക്കുറെ കാര്യങ്ങൾ ഉറപ്പാണ്. കാവ്യ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. എ.കെ. ആന്റണി കേരളത്തിലെയും പ്രത്യേകിച്ച് ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ആദ്യമായി നടത്തുന്ന വാർത്താ സമ്മേളനമാണ്. സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന ശേഷം നടത്തുന്ന ആദ്യ വാർത്താ സമ്മേളനം എന്ന് തന്നെ പറയേണ്ടി വരും. അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള രൂക്ഷമായ വിമർശനം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇടതു സർക്കാരിനെ സംബന്ധിച്ച വിമർശനവും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചു. തുടർന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കാണ് ഈ പത്തനംതിട്ടയിൽ താങ്കളുടെ മകൻ തന്നെയാണല്ലോ പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത്, പ്രചരണത്തിന് പോകുമോ എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി നൽകിയത്. പത്തനംതിട്ടയിൽ താൻ പ്രചരണത്തിന് പോകാതെ തന്നെ അവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥിയായ ആന്റണി വിജയിക്കുമെന്നതായിരുന്നു എ.കെ. ആന്റണിയുടെ മറുപടി. അതായത് താൻ പത്തനംതിട്ടയിൽ പ്രചരണത്തിന് പോകില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടിയിലെ പരോക്ഷമായ മറുപടിയുടെ അർത്ഥം. മറ്റൊരു കാര്യം, ഈ പറഞ്ഞ കോൺഗ്രസ് നേതാക്കളെ മക്കളൊക്കെ BJPയിൽ ചേക്കേറുന്നതിനെ സംബന്ധിച്ച് അഭിപ്രായവും ചോദിച്ചു. അതിന് അദ്ദേഹത്തിന് മറ്റു മറുപടി പറയാൻ നിർവാഹമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, അത് ഏറ്റവും വലിയ തെറ്റാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ BJPയിലേക്ക് ചേക്കേറുന്നത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് എന്ന കാര്യം താൻ അംഗീകരിക്കുന്നു. പിന്നെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള ചോദ്യത്തിൽ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് മക്കളെക്കുറിച്ച് അധികം പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന മറുപടി അദ്ദേഹം നൽകി. ആ ചോദ്യത്തിന് കാരണമെന്ന് പറയുന്നത് പത്മജ വേണുഗോപാലും ഒപ്പം തന്നെ അനിൽ ആന്റണിയും BJPയിലേക്ക് ചേക്കേറിയെ സംബന്ധിച്ച ചോദ്യത്തിലാണ് മക്കളെ പറ്റി അധികം പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് എ.കെ. ആന്റണി പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഭരണഘടനയെ കുറിച്ച് പറയാനുള്ള അവകാശം മുഖ്യമന്ത്രി പിണറായി. ശരി, നിർഭൻ ചക്രവർത്തിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.